കേരള സർവകലാശാലയിൽ വ്യാപക ഗ്രേസ് മാർക്ക് തട്ടിപ്പിന് നീക്കം. യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത 4 കോളേജ് ടീമുകൾക്ക് വരെ 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹത നേടിയതായി കാണിച്ചാണ് ഗ്രേസ് മാർക്ക് നൽകാനൊരുങ്ങുന്നത്. യൂണിയൻ ഭരിക്കുന്ന SFIയിലുണ്ടായ ചേരിതിരിവിനെയും ഏറ്റുമുട്ടലിനെയും തുടർന്ന് തടഞ്ഞുവച്ചിരുന്ന മത്സര വിജയികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം നടക്കുന്നത്. കേരള സർവകലാശാല യുവജനോത്സവ മത്സരങ്ങളിൽ വിധി നിർണയം നടത്തുന്നതിനെ ചൊല്ലി യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്ന SFIയിലുണ്ടായ ചേരിതിരിവിനെയും ഏറ്റുമുട്ടലിനെയും തുടർന്ന് തടഞ്ഞുവെച്ചിരുന്ന മത്സര വിദ്യാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതിൽ ഓരോ ഗ്രൂപ്പിന് മത്സരങ്ങളിലും പങ്കെടുത്ത 4 കോളേജ് ടീമുകൾക്ക് വരെ 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹത നേടിയതായി കാണിച്ചാണ് ഗ്രേസ് മാർക്ക് തട്ടിപ്പിനുള്ള നൂതന മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇഷ്ടക്കാർക്ക് മാർക്ക് നൽകാനുള്ള നീക്കമാണ് പിന്നിലെന്ന ആക്ഷേപവും ശക്തമാണ്. കേരള സർവകലാശാലയിൽ യുവജനോത്സവത്തിന് ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുത്ത 700ഓളം വിദ്യാർത്ഥികൾക്ക് 1ാം സമ്മാനം 4 പേർക്കും 2ാം സ്ഥാനം 3 പേർക്കും 3ാം സ്ഥാനം 4 പേർക്കുമായി പങ്കിട്ട് നൽകുന്നത് ഗ്രേസ് മാർക്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനുള്ള ഒരു വലിയ തിരിമറിയാണ്. കാലാവധി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയനാണ് യുവജനോത്സവം സംഘടിപ്പിച്ചതെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വിധിന്യായത്തിലെ തർക്കത്തെ തുടർന്ന് കാസർഗോഡുകാരനായ നൃത്താധ്യാപകൻ ഷാജി എന്ന വിധികർത്താവ് ആത്മഹത്യ ചെയ്തത് ഏറെ ഒച്ചപ്പാടിന് കാരണമായിരുന്നു. ഷാജി അടക്കമുള്ള 3 വിധികർത്താക്കളെ യൂണിയൻ ഭാരവാഹികളായ SFI പ്രവർത്തകർ മർദ്ദിച്ചതായും അന്ന് ആരോപണം ശക്തമായിരുന്നു. തുടർന്ന് വിധി നിർണയ പ്രഖ്യാപനം VC തടഞ്ഞു. യുവജനോത്സവ നടത്തിപ്പിലെ വീഴ്ചകൾ പരിശോധിക്കാൻ സിൻഡിക്കേറ്റിന്റെ ഒരു ഉപസമിതിയും രൂപീകരിച്ചു. സമിതി ഇതേവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നിരിക്കെയാണ് മറ്റ് നടപടികൾ. യൂണിയന്റെ കാലാവധി നീട്ടി നൽകാൻ വിസമ്മതിച്ച VC യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. കേരള സർവകലാശാലയിലെ യുവജനോത്സവ മത്സര വിജയികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ വൈകിയാൽ ഈ മാസ അവസാനം പ്രസിദ്ധീകരിക്കേണ്ട ബിരുദ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റിൽ മത്സര വിജയികൾക്ക് ലഭിക്കേണ്ട ഗ്രേസ് മാർക്കുകൾ ഉൾപ്പെടുത്താനുമാവില്ല. ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർ 1ാം സ്ഥാനം നേടിയതായി പ്രഖ്യാപിച്ചാണ് പുതിയ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.